രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് രാധയുടെ പ്രണയം 113ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. രാധാറാണിയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രം അമ്മേ രാധാറാണി അമ്മേ കാത്തുകൊള്ളണേ. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റ് എടുത്താൽ കാണാം. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്, കാണുക. എല്ലാ ചൊവ്വാഴ്ചയുമാണ് രാധയുടെ പ്രണയം. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്, കാണുക. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധർമ്മപദമുണ്ട്. പിന്നെ കൊച്ചു കൊച്ചു വീഡിയോകൾ ഒരുപാടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, അതിന് പ്രത്യേക വീഡിയോ ഉണ്ട്. ഞാൻ കൊല്ലത്താണ്, വേണമെന്നവർക്ക് ഇവിടെ ചേർന്ന് പഠിക്കാം. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, ജ്യോതിഷമുണ്ട്. അതിനകത്ത് എന്തെങ്കിലും സംശയമുള്ളവർക്ക് എന്നെ വിളിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. അഷ്ടാവക്ര ഗീത കേൾക്കുക നിങ്ങൾ. അതോടൊപ്പം തന്നെ ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു, ഹേയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഇതൊക്കെ നിങ്ങൾ കൃത്യമായും കേൾക്കണം. പിന്നെ രാധയെ പൂജിച്ചാൽ, രാധാ കവചം ധരിച്ചാൽ, പിന്നെ രാധാ കവചത്തിൻ്റെ ക്ലാസ് ഉണ്ട്, അത് കേൾക്കണം. പിന്നെ അതേ കണക്ക് തന്നെ രാധാ സഹസ്രനാമം ജപിച്ചാൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് വിളിച്ചോ ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് വിളിച്ചോളൂ ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മാക്കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മാക്കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മാക്കി ജയ്. അപ്പോൾ രാധയുടെ പ്രണയം ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ രാധാ കവചത്തിൻ്റെ ക്ലാസ് ഉണ്ട്, കേൾക്കണം. കഴിയുന്നത്ര നമ്മൾ നാളെ തന്നെ
രാധാകവചം, രണ്ടാമത്തെ രാധാകവചം, 2 രാധാകവചമുണ്ട്. ശിവൻ പറഞ്ഞ രാധാകവചം അത് നമ്മൾ നാളെ തന്നെ പറ്റുമെങ്കിൽ നാളെ തന്നെ ഇടും, ഇല്ലെങ്കിൽ അടുത്ത ബുധനാഴ്ച ഉറപ്പായിട്ടും നമ്മൾ ഇടുന്നതായിരിക്കും. അതുപോലെ എൻ്റെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് ഞാൻ രാധ സഹസ്രനാമത്തിൻ്റെ ക്ലാസ് ആരംഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സഹസ്രനാമം ഞാൻ അയച്ചു തരുന്നതായിരിക്കും, ആവശ്യമുള്ളവർക്കെല്ലാം അയച്ചു തരും. അപ്പോൾ രാധ സഹസ്രനാമത്തിൻ്റെ ക്ലാസ് ഉടൻ പ്രതീക്ഷിക്കുക രാധേ രാധേ ചാനലിൽ. അപ്പം നമുക്ക് തുടങ്ങാം. രാധാ സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യം കൃഷ്ണൻ പറഞ്ഞു കൊടുത്തു. അത് കേട്ട് എല്ലാവരും ഇങ്ങനെ അത്ഭുത സ്തബ്ധരായി നിൽക്കുകയാണ്. രാധാ റാണിയുടെ മാഹാത്മ്യം പറഞ്ഞു. അപ്പോഴാണ് ഒരു അത്ഭുതം ഉണ്ടാകുന്നത്. ആ അത്ഭുതത്തിലേക്ക് വരാം. അതിനു മുമ്പ് അല്പവും കാര്യവും കൂടെ അവിടെ നടന്നിട്ടുണ്ട്. അതായത് അത്രയും രാധാ സഹസ്രനാമത്തിൻ്റെ കാര്യവും പറഞ്ഞിട്ട് കൃഷ്ണൻ രാധാ റാണിയെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഞാനും എൻ്റെ രാധയും ഭൂമിയിലേക്ക് വരികയാണ്. ഞങ്ങൾ നിറഞ്ഞാടുകയാണ് ഭൂമിയിൽ. ഈ ഭൂമി നിലനിൽക്കുവോളം കാലം രാധാകൃഷ്ണന്മാരുടെ പേരിൽ തന്നെ ഓർമ്മിക്കപ്പെടും. ഈ ഭൂമിയിലെ പ്രണയിക്കുന്ന ഓരോ പുരുഷനും കൃഷ്ണനായിരിക്കും. ഈ ഭൂമിയിലെ പ്രണയിക്കുന്ന ഓരോ സ്ത്രീയും രാധയായിരിക്കും. അതുകൊണ്ട് ദേവന്മാരെ, ഞാൻ ഭൂമിയിലേക്ക് വരികയാണ്. ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. ശുദ്ധമായ പ്രണയം എന്തെന്ന് പഠിപ്പിക്കാനാണ് രാധ വരുന്നത്. ഭൂമിയിലെ പ്രണയം മലീമസമായിരിക്കുന്നു. ഭൂമിയിലെ പ്രണയം കലിയുഗത്തിൽ കൂടുതൽ മലീമസമാകും. ആ സമയത്ത് രാധാറാണി പഠിപ്പിച്ച പ്രണയം അതിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കും. അല്ലേ, ഇന്ന് പ്രണയമെന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്നത് പേക്കൂത്തുകളാണ്. ശരിക്കും മാംസത്തോടുള്ള താല്പര്യം, ഇണചേരാനുള്ള താല്പര്യം, അതാണ് ഇന്ന് പ്രണയമെന്ന് പറയുന്നത്. എന്നിട്ട് ആ പെൺകുട്ടിയെ നശിപ്പിച്ചതിന് ശേഷം അതിനെ കൊണ്ട് കളയുക. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് എൻ്റെ അടുക്കലേക്ക് വരുന്നത്. കരഞ്ഞുകൊണ്ടാണ് ഓരോ പെൺകുട്ടികളെ വിളിച്ചു പറയുന്നത് വിവാഹം കഴിക്കാമെന്ന് പറയുക. എന്നിട്ട് കൊണ്ടുപോയി എന്ത് ചെയ്യുക? പീഡിപ്പിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? പ്രണയം അസ്തമിച്ചിട്ടെടുത്ത് കളയുക. അങ്ങനെ ഭൂമിയിലെ പ്രണയം ശരീരബന്ധത്തിൽ കുരുങ്ങി മലീമസമായി കിടക്കുന്ന ഒരു ഘട്ടമാണ്. അതേ രാധ വരുന്നത്, രാധാറാണി വരുന്നത് ശുദ്ധമായ പ്രണയം എന്തെന്ന് പഠിപ്പിക്കാൻ. കലിയുഗം മലീമസമാകുമ്പോൾ രാധാറാണിയുടെ ശുദ്ധമായ പ്രണയം പതുക്കെ മനുഷ്യനെ വിപുലീകരിച്ചു തുടങ്ങും. എന്നിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, എല്ലാ ദേവന്മാരും എല്ലാ ദേവിമാരും അവരുടെ അംശങ്ങൾ ഭൂമിയിൽ അവതരിപ്പിക്കാനായി പൊയ്ക്കൊള്ളൂ. ഓരോ ദേവന്മാരും അവരുടെ അംശം കൊണ്ട് ഭൂമിയിൽ ജനിക്കട്ടെ. ഓരോ ദേവിമാരും അവരുടെ അംശം കൊണ്ട് ഭൂമിയിൽ ജനിക്കട്ടെ. എന്നിട്ട് കൃഷ്ണൻ കൈകാട്ടി ഗോപന്മാരെയും ഗോപികമാരെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ എനിക്കും രാധയ്ക്കും പ്രിയപ്പെട്ട ഗോപന്മാരെ, ഗോപികമാരെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഭൂമിയിലേക്ക് പോവുക. അവിടെ വ്രജത്തിലേക്ക് പോവുക. വൃന്ദാവനത്തിലേക്ക് നിങ്ങൾ പൊയ്ക്കൊള്ളുക. അവിടെ നിങ്ങളെല്ലാം ഒരുക്കുക. അപ്പോഴേക്കും ഞാനും രാധയും അവിടെ എത്തിയിരിക്കും. അങ്ങനെ സകല ഗോപന്മാരെയും സകല ഗോപികമാരെയും കൃഷ്ണൻ ഭൂമിയിലേക്ക് പോകാൻ പറഞ്ഞു വിട്ടു. എന്നിട്ട് കൃഷ്ണൻ രാധാറാണിയുടെ നേർക്ക് തിരിഞ്ഞു. രാധയെ, നീ ഭൂമിയിൽ വൃഷഭാനുവിൻ്റെ ഗ്രഹത്തിലേക്കാണ് പോകേണ്ടത്. വൃഷഭാനുവിൻ്റെ പത്നി കലാവതി. രാധേ, നീ അറിയുക, കലാവതി ലക്ഷ്മിയുടെ അംശഭൂതയാണെന്നറിയുക. വൃഷഭാനുവിൻ്റെ പത്നി കലാവതി ലക്ഷ്മിയുടെ അംശഭൂതയാണെന്ന സത്യമറിയുക. കലാവതി പിതൃക്കളുടെ മാനസപുത്രിയാണെന്നറിയുക. രാധേ, അങ്ങേയറ്റം മാന്യയും അങ്ങേയറ്റം ധന്യയുമാണ് കലാവതി. ദുർവാസാവിൻ്റെ ശാപം കൊണ്ടാണ് ഭൂമിയിൽ ജനിക്കേണ്ടി വന്നത്. അങ്ങനെയുള്ള കലാവതിയിൽ നീ പിറക്കാൻ പോവുകയാണ്. കലാവതിയാണ് രാധേ നിന്റെ മാതാവായി വരുന്നത്.
അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞു, രാധേ, നീ ആരുടെ ഉദരത്തിലും കിടന്ന് കഷ്ടപ്പെടേണ്ടി വരില്ല. നീ അത്രയ്ക്ക് മഹത്വമുള്ളവളാണ് രാധേ. അതുകൊണ്ട് തന്നെ നീ യമുനയിൽ താമരയുടെ പുറത്ത് നീ പെൺകുഞ്ഞായി നീ അവിടെ ജന്മം കൊള്ളും. വൃഷഭാനു വന്ന് നിന്നെ കൊണ്ടുപോകും. കലാവതി നിന്നെ വളർത്തും. രാധേ, നിനക്കൊരിക്കലും മറ്റൊരു ഗർഭപാത്രത്തിലേക്ക് പോകേണ്ടി വരില്ല, പോകാൻ കഴിയില്ല. ഈ കൃഷ്ണനായ ഞാൻ വരെ പോകും. പക്ഷേ രാധേ, നീ എൻ്റെ പ്രാണനാണ്, നീ എൻ്റെ പ്രാണനാണ്. നിന്നെ ഒരു ഉദരത്തിലേക്കും ഞാൻ എറിഞ്ഞു കൊടുക്കില്ല രാധേ എന്ന് പറഞ്ഞ് രാധാറാണിയെ ഒന്നുകൂടി അമർത്തിപ്പിടിച്ചപ്പോൾ രാധയ്ക്കും കൃഷ്ണനും തമ്മിലുള്ള പ്രണയത്തിൻ്റെ ആഴം കണ്ട് ശിവനും ബ്രഹ്മാവും മഹേശ്വരനുമൊക്കെ എന്ത് ചെയ്തു? ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ഒക്കെ അമ്പരന്ന് പോയി. എന്നിട്ട് പറഞ്ഞു, രാധേ, നീ വിഷമിക്കണ്ട, ഞാൻ ബാലരൂപത്തിൽ വന്ന് രാധേ നിന്നെ ഞാൻ സ്വീകരിച്ചിരിക്കും. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ, ലക്ഷ്മി ദേവിയോട് പറയൂ, ലക്ഷ്മി ദേവി ഭീഷ്മകന്റെ ഗൃഹത്തിലേക്ക് പോകണം. ഭീഷ്മകന്റെ ഗൃഹത്തിലേക്ക് പോയി വൈദർഭിയുടെ ഉദരത്തിൽ പ്രവേശിക്കട്ടെ. അവിടെ ലക്ഷ്മി ദേവി രുക്മിണി എന്ന പേരിൽ ജന്മം കൊള്ളും. അവിടെ ലക്ഷ്മി ദേവി രുക്മിണി എന്ന പേരിൽ ജന്മം കൊള്ളും. ലക്ഷ്മി ദേവിയുടെ അംശമാണ് കലാവതിയായിട്ട് വന്നത്. ലക്ഷ്മി ദേവി പൂർണ്ണമായും രുക്മിണിയായിട്ട് അവിടെ ജനിക്കും. ആ രുക്മിണിയെ ഞാൻ വന്ന് പാണി ഗ്രഹണം ചെയ്തിരിക്കും. അതുകൊണ്ട് ലക്ഷ്മി ദേവിയോട് ആ ഭീഷ്മകപുത്രിയായി ജനിക്കാനായി പറയൂ. അവൾ വൈദർഭ രാജകുമാരിയായി പ്രശസ്തി നേടുന്നതായിരിക്കും. എന്നിട്ട് പറഞ്ഞു, പാർവതീ ദേവി നന്ദന്റെ ഗൃഹത്തിൽ പോയി യശോദയുടെ ഉദരത്തിൽ പ്രവേശിക്കട്ടെ. യശോദരയുടെ ഉദരത്തിൽ പ്രവേശിക്കണം പാർവതീ ദേവി. അല്ലയോ ഭവതി, അവിടുന്ന് ജനിച്ചു കഴിയുമ്പോൾ എൻ്റെ പിതാവ് അവിടെ എത്തും. അവിടെ എത്തി ആ പാർവതീ ദേവിയെ തിരിച്ച് കംസന്റെ കൊട്ടാരത്തിലേക്ക് വരും. ഒട്ടും വിഷമിക്കണ്ട, കംസനെ കാണുന്ന മാത്രയിൽ പാർവതീ ദേവി കൈലാസത്തേക്ക് എത്തിച്ചേരും. കംസനെ കാണുന്ന നിമിഷം പാർവതീ ദേവി കൈലാസത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ഇനി അധികം താമസിക്കാൻ സമയമില്ല. പാർവതീ ദേവി നന്ദഗ്രഹത്തിൽ പോകട്ടെ, യശോദയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കട്ടെ. അതിനുശേഷം പറഞ്ഞു, നോക്കൂ ഭവതി, ഓരോ ഗ്രാമങ്ങളിലും ഓരോ നഗരങ്ങളിലും ഭവതിയെ ജനങ്ങൾ പൂജിച്ചു തുടങ്ങും എൻ്റെ അനുഗ്രഹത്താൽ. അങ്ങനെ ഭൂമിയിൽ പാർവതി ഒരു പ്രധാന ദേവതയായി മാറും എന്ന് പാർവതീ ദേവിയെ അനുഗ്രഹിച്ചു. അതിനുശേഷം കാർത്തികേയൻ്റെ അടുക്കലേക്ക് വന്നു സുബ്രഹ്മണ്യൻ. കാർത്തികേയൻ ജാംബവതിയുടെ ഉദരത്തിൽ ജനിക്കട്ടെ. കാർത്തികേയൻ ജാംബവതിയുടെ ഉദരത്തിൽ സാമ്പൻ എന്ന പേരിൽ ജനിക്കട്ടെ. കാർത്തികേയന്റെ പങ്കതാണ്. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയാണ് ജാംബവതിയുടെ ഉദരത്തിൽ സാമ്പനായി ജന്മം കൊള്ളുന്നത്. എന്നിട്ട് പറഞ്ഞു, കാമദേവന്റെ പത്നിയായ രതീദേവി ശംബരഗ്രഹത്തിൽ മായാവതി എന്ന പേരിൽ ജനിക്കണം. രതീദേവി ശംബരഗ്രഹത്തില് മായാവതി എന്ന പേരിൽ ജനിക്കണം. കാമദേവന്റെ പത്നിയാണ് രതീദേവി. അതേ കാമദേവൻ പ്രത്യുപ്നൻ എന്ന പേരിൽ രുക്മിണിയുടെ ഉദരത്തിൽ ജനിക്കണം. ഈ കാമദേവൻ പ്രത്യുപ്നൻ എന്ന പേരിൽ രുക്മിണിയുടെ ഉദരത്തിൽ ജനിക്കണം. അങ്ങനെ പ്രത്യുപ്നൻ ഭൂമിയിൽ മായാവതിയെ കണ്ടുമുട്ടും. അങ്ങനെ പ്രത്യുപ്നൻ മായാവതിയെ വിവാഹം ചെയ്യും. അങ്ങനെ വിവാഹം ചെയ്യുന്നവരുടെ പുത്രനായി അനിരുദ്ധൻ ജനിക്കട്ടെ. അനിരുദ്ധൻ എന്ന ദേവൻ പ്രത്യുപ്നന്റെയും മായാവതിയുടെയും പുത്രനായി ഭൂമിയിൽ ജന്മം കൊള്ളണം.
അപ്പോൾ കാമദേവൻ പ്രത്യുഗ്നായിട്ട് രുക്മിണിയുടെ ഉദരത്തിലാണ് ജന്മം കൊള്ളേണ്ടത്. കാമദേവന്റെ പത്നിയായ രതീദേവിയാണ് മായാവതി എന്ന പേരില് ശമ്പരഗ്രഹത്തിൽ ജനിക്കും. അവര് തമ്മിൽ വിവാഹവും കഴിക്കും. എന്നിട്ട് കൃഷ്ണൻ ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഭാരതീ ദേവി ശോണിതപുരത്തില് ബാണപുത്രിയായി ജനിക്കും. ബാണന്റെ പുത്രിയായി ഭാരതി എന്ന ദേവി. അപ്പൊ ഭാരതീ ദേവി ശോണിതപുരത്തില് ബാണന്റെ പുത്രിയായി ജനിക്കും. ഉഷ എന്ന പേരിലാണ് ജനിക്കുന്നത്. ഉഷ. അതേപോലെ സാക്ഷാൽ അനന്തൻ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അനന്തൻ. അനന്തൻ ദേവകി പുത്രനാകും. പക്ഷേ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി രോഹിണി പുത്രനായും അറിയപ്പെടും. അപ്പൊ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനന്തൻ ദേവകി പുത്രനായി ഭൂമിയിൽ ജന്മം കൊള്ളും. എന്നിട്ട് രോഹിണി പുത്രനുമാകും. ബലരാമൻ എന്ന പേരിൽ പ്രശസ്തനാകും. എൻ്റെ നിഴലുപോലെ എന്നോടൊപ്പം എന്നും അനന്തനുണ്ടായിരിക്കും. അനന്തനാണ് ബലരാമൻ. ദേവകിയുടെ ഗർഭത്തെ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റുന്നത് കൊണ്ട്, ആ മായ കൊണ്ട് ഗർഭത്തെ മറ്റൊരു ഗർഭത്തിലേക്ക് മാറ്റുന്നത് കൊണ്ട് ബലരാമൻ സംഘർഷണൻ എന്ന പേരിലും അറിയപ്പെടും. സാക്ഷാൽ ബലരാമൻ തന്നെയാണ് സംഘർഷണൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗംഗാദേവി അംശം കൊണ്ട് സൂര്യപുത്രിയായി ജനിക്കട്ടെ ഭൂമിയിൽ. കാളിന്തി എന്നറിയപ്പെടും. കാളിന്തി നദി പ്രശസ്തമാകും എൻ്റെ അവതാരകാലത്ത്. അപ്പൊ കാളിന്തി നദി ഗംഗയാണെന്നറിയുക. കൃഷ്ണൻ ഓരോരുത്തരെയായിട്ട് അവരുടെ ജോലി നിർവഹിക്കാൻ പറഞ്ഞു വിടുകയാണ്. തുളസീദേവി തൻ്റെ അംശം കൊണ്ട് ദുര്യോധനപുത്രിയായ ലക്ഷ്മണയായി ജനിക്കും. സാമ്പൻ വിവാഹം ചെയ്യും. സാമ്പന്റെ പത്നിയായിട്ട് മാറും. അപ്പോൾ അങ്ങനെ തുളസീദേവി ഭൂമിയില് ലക്ഷ്മണയായി ജനിക്കട്ടെ. സാക്ഷാൽ സാവിത്രി ദേവി നാഗ്നജിതിയായി ജനിക്കട്ടെ. സാക്ഷാൽ സാവിത്രി ദേവി നാഗ്നജിതിയായി ജനിക്കട്ടെ. അങ്ങനെ സാവിത്രിയുടെ ഒരാഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കുകയാണ്. എൻ്റെ അഷ്ടഭാര്യമാരിൽ 5ാമത്തെ ഭാര്യയായിരിക്കും നാഗ്നജിതി എന്ന് പറയുന്നത്. അപ്പൊ കൃഷ്ണന്റെ ഭാര്യയായ നാഗ്നജിതി ആരാകുന്നു? സാവിത്രി ദേവിയാണ്. സാവിത്രി ദേവിയുടെ ആഗ്രഹമായിരുന്നു കൃഷ്ണന്റെ ഭാര്യയാവുക. അത് എൻ്റെ അവതാര കാലത്ത് സാധ്യമാകട്ടെ. ഭൂമിദേവി, എല്ലാം സഹിക്കുന്ന ഭൂമിദേവി, ഭൂമിയുടെ ഭാരം തീർക്കാനാണ് ഞാൻ വരുന്നത്. ഭൂമിദേവി സത്യഭാമയായി പിറക്കട്ടെ. ഭൂമിദേവി സത്യഭാമയായി പിറക്കട്ടെ. സത്യഭാമയിൽ രാധയുടെ അംശവും കുടികൊണ്ടിരിക്കും. കാരണം പല നിർണായക ഘട്ടത്തിലും രാധ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. രാധ സത്യഭാമയിലൂടെ എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. സരസ്വതീ ദേവി ഭൂമിയിൽ ശൈബ്യയായി ജനിക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാം ശൈബ്യയെ. സരസ്വതീ ദേവി ഭൂമിയിൽ ശൈബ്യയായി ജനിക്കട്ടെ. എൻ്റെ 2ാമത്തെ പത്നിയായി ശൈബ്യ ഉണ്ടാകും. ശൈബ്യ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. സാക്ഷാൽ സരസ്വതീ ദേവിയാണ് ശൈബ്യയായി ജനിക്കുന്നത്. രോഹിണി ദേവി മിത്രവിന്ദയായി ഭൂമിയിൽ ജനിക്കട്ടെ. രോഹിണി ദേവി മിത്രവിന്ദയായി ഭൂമിയിൽ ജനിച്ച് എൻ്റെ 8ാമത്തെ ഭാര്യയായിരിക്കും. രോഹിണി ദേവിക്കും എൻ്റെ ഭാര്യയാകാൻ ആഗ്രഹമുണ്ട്. കൃഷ്ണ അവതാര കാലത്ത് അത് സാധിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മിത്രവിന്ദ എൻ്റെ 8ാമത്തെ ഭാര്യയാകും. ദുർഗയുടെ അംശം ഭൂമിയിൽ ജാമ്പവതിയായി ജനിക്കട്ടെ. ദുർഗയുടെ അംശം ഭൂമിയിൽ ജാമ്പവതിയായി ജനിക്കട്ടെ. ഇത് ദുർഗയുടെ ഒരു വലിയ ആഗ്രഹമാണ്.
അപ്പോൾ എല്ലാവരും ചോദിച്ചു, ദുർഗയുടെ ആഗ്രഹമോ? എന്താണ് ഭഗവാനെ ദുർഗയുടെ ആഗ്രഹം? അപ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ആ രംഗം അവരുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അതെ, ഇപ്പോൾ അവർ കാണുന്നത് കൈലാസമാണ്, ഇപ്പോൾ അവർ കാണുന്നത് കൈലാസമാണ്. അപ്പോൾ വിശാഖ അമ്പരന്നുകൊണ്ട് ചോദിച്ചു, കൈലാസം? അപ്പൊ ഗോപിക ചിരിച്ചിട്ട് പറഞ്ഞു, ആ രംഗം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് വിശാഖേ, നീയും അതിലേക്ക് നോക്കിക്കൊള്ളൂ. ആ കൈലാസമാണ്. പാർവതി ദേവി ഗണപതിക്ക് ജന്മം നൽകിയിരിക്കുകയാണ്. ഗണപതിയെ കാണാൻ വേണ്ടി സകല ദേവന്മാരും കൈലാസത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഗണപതിയെ കാണാൻ വേണ്ടി ശ്വേതദ്വീപിലെ സാക്ഷാൽ മഹാവിഷ്ണു അവിടെ അങ്ങനെ വരികയാണ്. ശ്വേതദീപത്തിൽ നിന്ന് സാക്ഷാൽ മഹാവിഷ്ണു വന്ന് ഗണേശനെ കണ്ടു, അവിടുത്തെ സിംഹാസനത്തിൽ വന്നിരുന്നു. പാർവതീദേവി ഒളിഞ്ഞു നോക്കി. എന്താണ് വിഷ്ണുവിൻ്റെ സൗന്ദര്യം! കിരീടം ധരിച്ച്, കുണ്ഡലങ്ങൾ ധരിച്ച്, പീതാംബരം ധരിച്ച്, ശ്യാമരൂപനും യൗവനയുക്തനുമായിരിക്കുന്നു. രത്നഭൂഷണം അണിഞ്ഞിരിക്കുന്നു. രത്നസിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അസാധാരണമായ സൗന്ദര്യം. പാർവതീ ദേവിക്ക് ലജ്ജ തോന്നി. പാർവതീ ദേവി വസ്ത്രം കൊണ്ട് തൻ്റെ മുഖം മറച്ചു. സുന്ദരനായ വിഷ്ണുവിനെ എത്ര കണ്ടിട്ടും മതി വരുന്നില്ല. പാർവതീ ദേവി ഇടയ്ക്കിടയ്ക്ക് വിഷ്ണുവിനെ നോക്കും, പിന്നെ തൻ്റെ ഭർത്താവായ ശിവനെ നോക്കും, വീണ്ടും വിഷ്ണുവിനെ നോക്കും, വീണ്ടും ശിവനെ നോക്കും, വിഷ്ണുവിനെ നോക്കിയിട്ട് മുഖം മറയ്ക്കും, വീണ്ടും വിഷ്ണുവിനെ നോക്കിയിട്ട് മുഖം മറയ്ക്കും. അങ്ങനെ അങ്ങനെ പാർവതീ ദേവി സുഖസാഗരത്തിലങ്ങനെ ആറാടി പുളകിതയായി നിന്നു. വിഷ്ണുവിനെ മനസ്സിൽ പൂജിക്കാൻ തുടങ്ങി. സർവാംഗം പുളകിതയായി നിന്നു. അതിസുന്ദരനാണ് മഹാവിഷ്ണു. ഒരു നിമിഷം പാർവതീ ദേവി മഹാവിഷ്ണുവിനെ വല്ലാതെ മോഹിച്ചു. അപ്പോൾ പാർവതീ ദേവിയുടെ മനസ്സ് വ്യക്തമായി ശിവന് മനസ്സിലായി. മഹാവിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശിവൻ പാർവതീ ദേവിയെ വിളിക്കുകയാണ്, ദേവി എൻ്റെ അടുക്കലേക്ക് നീ വരൂ. അപ്പോൾ പാർവതീ ദേവി ചെന്നപ്പോൾ പറഞ്ഞു, നോക്കൂ, നിന്റെ മനസ്സെന്തെന്ന് ഞാൻ വായിച്ചു കഴിഞ്ഞു പാർവതി. നീ വിഷ്ണുവിന് രതി ദാനം ചെയ്യൂ. അപ്പോൾ പറഞ്ഞു, അങ്ങ് എന്താണ് പറയുന്നത്? ഞാൻ എന്തുമാത്രം തപസ് ചെയ്തിട്ടാണ് എനിക്ക് അങ്ങയെ നേടിയത്. എനിക്ക് അങ്ങയെ തന്നെ മതി. അപ്പോൾ ശിവഭഗവാൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, പാർവതീ ദേവി, ബ്രഹ്മം ഒന്നേ ഉള്ളൂ, ഒരേ ഒരു സത്യമാണ് ബ്രഹ്മം. ആ ബ്രഹ്മം മൂന്നായി പിരിഞ്ഞതാണ്, ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും. ഓർമ്മിക്കുക പാർവതി, ബ്രഹ്മം, ആ ബ്രഹ്മമാണ് വിഷ്ണുവും മഹേശ്വരനും ഈ ഞാനായ ശിവനും എല്ലാം ബ്രഹ്മം തന്നെയാണെന്ന് നീ തിരിച്ചറിയുക. അതായത് ദേവൻ ഒന്നാണ്, ദേവൻ ബ്രഹ്മം, മൂർത്തി മാത്രമേ ഉള്ളൂ വ്യത്യാസം. ദേവന്റെ കൊച്ചു കൊച്ചു അവതാരങ്ങളെയാണ് മൂർത്തി എന്ന് പറയുന്നത്. ബ്രഹ്മം അതാണ് ദേവൻ. ആ ബ്രഹ്മന്റെ ഒരു മൂർത്തിയാണ് വിഷ്ണു, ബ്രഹ്മന്റെ ഒരു മൂർത്തിയാണ് ശിവൻ, ബ്രഹ്മത്തിന്റെ ഒരു മൂർത്തിയാണ് ആരെന്ന് പറയുന്നത് മഹാവിഷ്ണു. അപ്പോൾ ഇത് സർവ്വതും ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത്. നീ ഒരു കാര്യം മനസ്സിലാക്കുക, ദേവന് യാതൊരു വ്യത്യാസവുമില്ല പാർവതി. നോക്കൂ, ബ്രഹ്മാവിന്റെ വക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന സരസ്വതി നീ തന്നെയാണ്. വിഷ്ണുവിന്റെ വക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മി ദേവി നീ തന്നെയാണ്. എൻ്റെ വക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ദുർഗയും ഭവതി തന്നെയാണ്.
അതുകൊണ്ട് നിനക്ക് യാതൊരുവിധ ലജ്ജയുടെയും ആവശ്യമില്ല. നീ വിഷ്ണുവിന് രതി ദാനം ചെയ്തുകൊള്ളൂ, വിഷ്ണുവുമായി രതി ലീലയിൽ ഏർപ്പെട്ടുകൊള്ളൂ. അങ്ങനെ പ്രപഞ്ചത്തിന്റെ പൊരുൾ മനസ്സിലാക്കിയ പാർവതീദേവി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ബ്രഹ്മം ശ്രീകൃഷ്ണനായി അവതരിക്കുമല്ലോ. അങ്ങനെ ശ്രീകൃഷ്ണനായി അവതരിക്കുമ്പോൾ ഞാൻ ഭൂമിയിൽ പോയി ശ്രീകൃഷ്ണന്റെ ഭാര്യയാവുകയും ശ്രീകൃഷ്ണന് രതി ദാനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ രംഗം അവരുടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ബ്രഹ്മാവ് ചോദിച്ചു, അല്ലയോ സർവ്വതും അറിയാവുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ, എല്ലാം അറിയാവുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ, അടിയൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, എന്താണ് അറിയേണ്ടത് ബ്രഹ്മദേവ? അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, ഭൂമിയിൽ അനേകം പ്രശസ്തമായ ഭാരതവംശങ്ങളുണ്ടല്ലോ. അങ്ങനെ ഭാരതവംശങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പാർവതീദേവി ഒരു കരടിയുടെ ഗ്രഹത്തിൽ പോയി പിറന്നത്? ജാമ്പവതി എന്ന് പറയുന്നത് ഒരു കരടിയുടെ കുടുംബത്തിൽ, കരടിയുടെ മകളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഭഗവാനെ കരടിയുടെ കുടുംബത്തിൽ പാർവതീദേവി പിറന്നത്? പാർവതീദേവിക്ക് വേണമെങ്കിൽ ഏത് രാജവംശത്തിലും പിറക്കാമായിരുന്നല്ലോ. അപ്പോൾ മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ത്രേതായുഗത്തിൽ ഞാൻ രാമനായി അവതരിച്ചു. എന്നെ സഹായിക്കാൻ വേണ്ടി സകല ദേവന്മാരും ഭൂമിയിലേക്ക് വന്നു ബ്രഹ്മദേവ. അങ്ങനെ ഹിമവാൻ ജാമ്പവാനായി എൻ്റെ അടുക്കലേക്ക് എത്തി. അങ്ങനെ ഹിമവാൻ ജാമ്പവാനായി എൻ്റെ അടുക്കലേക്ക് എത്തുകയും അവൻ എന്നെ സേവിക്കുകയും ചെയ്തു. ഞാൻ അവനിൽ അങ്ങേയറ്റം സംപ്രീതനായി. ഒടുവിൽ അവൻ ചിരഞ്ജീവിയാകട്ടെ എന്ന് ഞാൻ അവനെ അനുഗ്രഹിച്ചു. അന്ന് ഈ ജാമ്പവന്റെ പുത്രിയായി പാർവതി ജന്മം കൊണ്ടിരുന്നു. അന്ന് ജാമ്പവന്റെ പുത്രിയായിരുന്നു ജാമ്പവതി. അതുകൊണ്ട് തന്നെ കൃഷ്ണാവതാരത്തിലും പാർവതിക്ക് ജാമ്പവന്റെ പുത്രിയായി തന്നെ ജനിക്കാനാണ് ഇഷ്ടം. ഹിമവാന്റെ പുത്രിയായി, ഹിമവാനാണ്, ഹിമാലയമാണ് ആരായി ജനിച്ചത്? ഹിമവാനാണ് ജാമ്പവാനായി ജനിച്ചത്. ആ ശ്രീരാമന്റെ കാലഘട്ടത്തിൽ ജാമ്പവാന്റെ പുത്രിയായിരുന്നു പാർവതീദേവി വന്ന് ജനിച്ചത്. അതുകൊണ്ട് ഈ ജന്മത്തും പാർവതിക്ക് ജാമ്പവാന്റെ പുത്രിയായി തന്നെ വേണം. അതുകൊണ്ടാണ് കരടിയുടെ കുടുംബത്തിൽ വന്ന് സാക്ഷാൽ പാർവതീദേവി ജാമ്പവതി എന്ന പേരിൽ ജനിക്കുകയും കൃഷ്ണൻ ആയ എൻ്റെ ഭാര്യയായി തീരുകയും ചെയ്യുന്നത്. കൃഷ്ണൻ വീണ്ടും തുടർന്നു, കമല അംശങ്ങൾ കൊണ്ട് നൃപകന്യകമാരായി തീരണം. ആരാണ് കമല? മഹാലക്ഷ്മിയുടെ പുത്രിയാണ് കമല. പിന്നെയും ഒരുപാട് ഭാവങ്ങളുണ്ട് കമലയ്ക്ക്. കമല അംശങ്ങൾ കൊണ്ട് നൃപകന്യകമാരായി തീരണം. 16,000 നൃപകന്യകമാരായി മാറണം. അങ്ങനെ 16,000 നൃപകന്യകമാരെന്ന് പറഞ്ഞാൽ രാജകന്യകമാര്. അങ്ങനെ 16,000 രാജകന്യകമാരൻ്റെ പത്നിമാരായി മാറുന്നതായിരിക്കും. അതവരുടെ ആഗ്രഹമായിരുന്നു. ശ്രീകൃഷ്ണ അവതാരത്തിൽ ഞാൻ സാധിച്ചു കൊടുക്കും. അങ്ങനെ കമല 16,000 സ്ത്രീകളുമായി ഭൂമിയിൽ ജനിക്കട്ടെ. യമദേവന്റെ അംശം യുധിഷ്ഠിരനായി പിറക്കട്ടെ. വായുവിൻ്റെ അംശം ഭീമസേനനായി പിറക്കട്ടെ. ഇന്ദ്രദേവൻ അദ്ദേഹത്തിൻ്റെ അംശം അർജുനനായി മാറട്ടെ. അശ്വനി ദേവന്മാരുടെ അംശഭൂതരായി നകുല സഹദേവന്മാർ വരണം. എന്നിട്ട് അദ്ദേഹം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, സൂര്യദേവന്റെ അംശം ഭൂമിയിൽ കർണനായി പിറക്കട്ടെ. ധർമ്മൻ വിതുരരായി വരട്ടെ. ദുര്യോധനൻ
കലി ദുര്യോധനനായി പിറക്കട്ടെ. ഓർമ്മിക്കുക, ദുര്യോധനനും ശകുനിയുമൊക്കെ കലിയുടെ അവതാരങ്ങളാണ്. കലി ദുര്യോധനനായിട്ട്, കലിയുടെ ഒരംശം ദുര്യോധനനായിട്ടും കലിയുടെ ഒരംശം ശകുനിയുമായി പിറക്കട്ടെ. സമുദ്രദേവന്റെ അംശം ശന്തനുവായി പിറക്കട്ടെ. ശങ്കരാംശം അശ്വത്ഥാമാവായി വരട്ടെ. അഗ്നിദേവന്റെ അംശം ദ്രോണരായി പിറക്കണം. ചന്ദ്രന്റെ അംശം അഭിമന്യുവായി പിറക്കട്ടെ. വസുക്കൾ, നമ്മൾ കേട്ടിട്ടില്ലേ അഷ്ടവസുക്കള്, വസുക്കള് ഭീഷ്മരായി പിറക്കണം. അങ്ങനെ വസുക്കളാണ് ഭീഷ്മരായി വന്നത്. കശ്യപ മുനി വസുദേവനായി പിറക്കണം. അദ്ദേഹത്തിന്റെ ഭാര്യ അദിതി ദേവകിയായി പിറക്കണം. വസുദേവർ ദേവകിയെ വിവാഹം ചെയ്യും. ദേവകിയുടെ ഉദരത്തിലേക്കായിരിക്കും ഞാൻ വരുന്നത്, പ്രവേശിക്കുന്നത്. വസുവിന്റെ അംശം നന്ദഗോപരായി പിറക്കണം. വസുവിന്റെ ഒരംശം നന്ദഗോപരായി പിറക്കണം. വസുകാമിനി യശോദയായി പിറക്കണം. വസുവിന്റെ ഭാര്യയായ വസുകാമിനി യശോദയായി പിറക്കണം. നേരത്തെ പറഞ്ഞ കമലാദേവിയുടെ ഒരംശം ദ്രൗപദിയായി പിറക്കട്ടെ. കമലാദേവിയുടെ ഒരംശം ദ്രൗപദി, മഹാലക്ഷ്മിയുടെ പുത്രീഭാവം, ദ്രൗപദിയായി പിറക്കട്ടെ. ശതരൂപ സുഭദ്രയായി പിറക്കണം. ഇത്രയുമായി കഴിഞ്ഞ് കൃഷ്ണനൊന്ന് നിർത്തിയിട്ട് പറഞ്ഞു, അപ്പോൾ നമുക്കെല്ലാവർക്കും ഭൂമിയിലേക്ക് പോകാൻ സമയമായി. പെട്ടെന്ന് രാധാറാണി പൊട്ടിക്കരഞ്ഞു. കൃഷ്ണൻ രാധാറാണിയെ ചേർത്ത് വെച്ചു. എന്താണ് രാധേ, കൃഷ്ണ കൃഷ്ണ, എനിക്ക് നിന്നെ പിരിയാൻ പറ്റില്ല കൃഷ്ണ, എനിക്ക് നിന്നെ പിരിയാൻ പറ്റില്ല കൃഷ്ണ. നീ എൻ്റെ പ്രാണനാണ് കൃഷ്ണ. നിന്റെ വിരഹം എനിക്ക് താങ്ങാൻ കഴിയില്ല കൃഷ്ണ. കൃഷ്ണൻ ഒന്നുകൂടി രാധയെ ചേർത്ത് വെച്ചു. കൃഷ്ണൻ പറഞ്ഞു, എന്താ രാധേ നീ കൊച്ചുകുട്ടികളെ പോലെ? നമുക്ക് ഭൂമിയുടെ ഭാരം തീർക്കാൻ പോയല്ലേ പറ്റൂ. നീ കുറച്ചു മുമ്പ് സമ്മതിച്ചതല്ലേ രാധേ? വയ്യ കണ്ണ, എനിക്ക് കണ്ണനെ വിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല കണ്ണ. അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അമ്പരന്ന് നോക്കി. കാരണം എല്ലാവരും ഭൂമിയിലേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞു. ഗോപന്മാരും ഗോപികമാരും ഭൂമിയിലേക്ക് പൊയ്ക്കഴിഞ്ഞു. അപ്പോഴാണ് രാധാറാണിയുടെ കരച്ചില്. അപ്പോൾ കൃഷ്ണൻ രാധാറാണിയെ തൻ്റെ 2 കൈകൾ കൊണ്ട് കോരിയെടുത്തു. കൃഷ്ണൻ തൻ്റെ രത്നസിംഹാസനത്തിൽ വന്നിരുന്നു. എന്നിട്ട് രാധാറാണിയെ തൻ്റെ മടിയിൽ വെച്ചു. എന്നിട്ട് രാധാറാണിയുടെ കണ്ണിന് തുടച്ചിട്ട് ദേവന്മാർക്ക് പോലും ഋഷിമാർക്ക് പോലും ദുർലഭമായ ആധ്യാത്മിക ജ്ഞാനം ഉപദേശിച്ചു. കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ, ആധാരമുണ്ടെങ്കിലേ ആധേയത്തിന് നിലനിൽപ്പുള്ളൂ. ഓർമ്മിക്കുക, ഇവിടെ കൃഷ്ണൻ ഈ ആധ്യാത്മിക ജ്ഞാനം രാധാറാണിക്കാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും നമ്മളെ ഓരോരുത്തരെയും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, രാധേ, ആധാരത്തിൻ്റെ സ്ഥാനം ആധാരമുണ്ടെങ്കിലേ ആധേയം നിലനിൽക്കൂ. എന്താണ് ആധാരം? ഒന്നിനെ താങ്ങി നിർത്തുന്നതാണ് ആധാരം. ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു ആപ്പിൾ ഇരിക്കുകയാണ്. ആപ്പിളാണ് ആധേയം. അതിനെ താങ്ങി നിർത്തണമെങ്കിൽ എൻ്റെ കൈ വേണം. എൻ്റെ കൈയാണ് ആധാരം. അപ്പൊ ഈ 2 കാര്യങ്ങളും വേണം. രാധയെ, പുഷ്പത്തിൻ്റെ ആധാരം പല്ലവമാണ്. പുഷ്പത്തെ താങ്ങി നിർത്തുന്നത് പല്ലവം, തളിരാണ് രാധേ. പല്ലവത്തിന് ആധാരം സ്കന്ധമാണ്. ആ പല്ലവത്തെ താങ്ങി നിർത്തുന്നത് അതിൻ്റെ തണ്ടാണ്. അതിന് ആധാരം എന്ന് പറയുന്നത് വൃക്ഷമാണ് രാധേ, ഇല്ലേ? ആ പല്ലവം തളിര് പിടിച്ചു നിൽക്കുന്നത് വൃക്ഷത്തിലാണ്. രാധേ, വൃക്ഷത്തിൻ്റെ ആധാരം ബീജമാണ് രാധേ, അല്ലേ? വൃക്ഷം ഒരു വിത്തിൽ നിന്നല്ലേ വരുന്നത്. ഈ ഭൂമിയിൽ എല്ലാ ആധേയത്തിനും ഒരാധാരമുണ്ട്. ഇത് പരസ്പര ബന്ധമാണ്.
ഒരു പുഷ്പത്തെ താങ്ങി നിർത്താനായി പല്ലവം വേണം, തളിരിനെ താങ്ങി നിർത്താനായിട്ട് അതിൻ്റെ തണ്ട് വേണം. ഈ തണ്ടിനെ താങ്ങി നിർത്താൻ വൃക്ഷം വേണം. ഈ വൃക്ഷം വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിത്ത് വേണം, ബീജം വേണം. ഈ ബീജത്തിനെ ആധാരം, ഈ ബീജത്തെ താങ്ങി നിർത്തണമെന്നുണ്ടെങ്കിൽ ആരുണ്ടായിരിക്കണം? ഭൂമിദേവി വേണം, ഭൂമി വേണം. ഇത് ആംബുലൻസ് പോവുകയാണ്. അപ്പോൾ ബീജത്തെ ഇല്ലേ, അപ്പോൾ വൃക്ഷത്തിൻ്റെ വിത്ത്, ആ വിത്ത് അതിനെ താങ്ങി നിർത്തണമെങ്കിൽ അതിനാധാരമായിട്ട് ഭൂമി വേണം. അതുപോലെ രാധയെ ഒരാധാരമില്ലാതെ ഒന്നിനും നിലനിൽക്കാൻ പറ്റില്ല. ആധ്യാത്മിക ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തും നിലനിൽക്കാൻ. ഇപ്പൊ നോക്കൂ, ഞാൻ നിലനിൽക്കുകയാണ്, എനിക്ക് ആധാരമുണ്ട്, ടൈൽസ്. ആ ടൈൽസ് ചവിട്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ഈ ടൈൽസ് ആണ് എൻ്റെ ആധാരം. വാഹനത്തിൽ ഒരു വണ്ടി ഇറക്കുമ്പോൾ, വണ്ടി നിങ്ങളുടെ കാർ റോഡിൽ ഇറങ്ങുമ്പോൾ കാറെന്ന് പറയുന്നത് ആധേയം. പക്ഷെ അവിടെ ആധാരം വേണം. ആരാണ്? റോഡ്. അപ്പൊ അതുപോലെ എൻ്റെ രാധയെ ഒരെണ്ണത്തെ താങ്ങി നിർത്താൻ മറ്റൊന്ന് വേണം. ആധാരമില്ലാതെ ആധേയത്തിന് നിലനിൽക്കാൻ പറ്റില്ല. രാധയെ ഞാൻ ആധേയമാണ്, ഞാൻ നിലനിൽക്കണമെങ്കിൽ ആധാരം വേണം. ആധാരം എന്ന് പറയുന്നത് രാധേ നീയാണ്. അതായത് ഒരു ഫലത്തിനാധാരം പുഷ്പം അല്ലേ? ഒരു ഫലത്തിനാധാരം പുഷ്പം, പുഷ്പത്തിനാധാരമാണ് പല്ലവം. അപ്പോൾ ഇവിടെ ഫലമാണ് ആരെന്ന് പറയുന്നത്? ശ്രീകൃഷ്ണൻ. അതിനെ താങ്ങി നിർത്തുന്ന പുഷ്പമാണ് ആരെന്ന് പറയുന്നത്? രാധ. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ പറയുകയാണ്. ദാണ്ടേ എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഇരിക്കുന്നു. ഈ മൊബൈല് ആധേയം, ഇതിനെ താങ്ങി നിർത്തുന്ന എൻ്റെ കൈയാണ് ആധാരം. നല്ലപോലെ പിടിയിട്ടില്ല. അപ്പൊ കൃഷ്ണൻ പറയുകയാണ്, ഈ കയ്യിലിരിക്കുന്ന മൊബൈലാണ് രാധേ ഞാൻ. പക്ഷേ ഈ മൊബൈലിനെ താങ്ങി നിർത്താൻ ഒരാൾ വേണം, കൈ. ഞാൻ കൈ വിട്ടാൽ ഈ മൊബൈൽ താഴെ വീഴും. അതുപോലെ രാധേ, ഞാൻ ആധേയവും നീ ആധാരവുമാണ്. നീ ഇല്ല എങ്കിൽ പിന്നെ ഞാനില്ല. രാധേ, ഭവതി ഇല്ലാതെ എനിക്ക് സൃഷ്ടി നടത്താൻ പറ്റില്ല. നമ്മൾ രണ്ടും രണ്ടല്ല. പാലിൽ വെളുപ്പെന്ന പോലെ, അഗ്നിയിൽ ദഹനശക്തി എന്ന പോലെ, ജലത്തിൽ തണുപ്പെന്ന പോലെ, ഭൂമിയിൽ ഗന്ധമെന്ന പോലെ നമ്മൾ രണ്ടും ഒന്നാണ്. എന്നിട്ടും രാധാറാണിക്ക് സങ്കടവും ഭയവും എല്ലാം വരുന്നു. കൃഷ്ണനില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നു. വീണ്ടും രാധാറാണിയെ വാരിപ്പുണർന്നു. രാധാറാണിയുടെ കണ്ണീര് തുടച്ചിട്ട് പറഞ്ഞു, നോക്കൂ രാധേ, ഈ ലോകത്തെ പ്രപഞ്ചത്തിലെ സകല ദേവന്മാരും ദേവിമാരും ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും എല്ലാവരും ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ നിരവധി ദേവന്മാരുണ്ട്, നിരവധി ദേവിമാരുണ്ട്, ലക്ഷ്മിയുണ്ട്, സരസ്വതിയുണ്ട്, സാവിത്രിയുണ്ട്, പാർവതിയുണ്ട്, എല്ലാവരും ഉണ്ട് രാധേ. പക്ഷേ അവരെക്കാളൊക്കെ ഉയർന്നവളായതുകൊണ്ടല്ലേ ഭവതി എൻ്റെ വശത്തിലിരിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ രാധയെ നീയല്ലേ? ഇവരെ എല്ലാരേക്കാളും വലുത് നീയല്ലേ? നോക്കൂ രാധേ, നീ വിഷമിക്കണ്ട, നീ ഭൂമിയിലേക്ക് പൊയ്ക്കൊള്ളൂ, ഞാൻ തൊട്ടു പിന്നാലെ വരും. രാധേ, നിനക്ക് ഞാനൊരു വാക്ക് തരുന്നു, നിനക്ക് ഞാനൊരു വാക്ക് തരുന്നു രാധേ. അപ്പൊ രാധാറാണി നോക്കി, രാധാറാണിയോട് പറഞ്ഞു, നോക്കൂ രാധേ, ഞാൻ ഭൂമിയിൽ സ്പർശിക്കുന്ന നിമിഷം ഗോകുലത്തിലെത്തിയിരിക്കും. ഞാൻ ഭൂമിയിൽ സ്പർശിക്കുന്ന നിമിഷം അവിടെ നിന്നും ഗോകുലത്തിലെത്തിയിരിക്കും. ആ വാക്ക് കൃഷ്ണൻ പാലിച്ചു. ഭൂമിയിൽ സ്പർശിക്കുന്ന നിമിഷം വസുദേവര് കൃഷ്ണനെയും കൊണ്ട് പോവുകയാണ്. അവിടെ കംസനെ ഭയന്നു എന്നുള്ളത് വെറും വ്യാജം മാത്രം രാധേ. നിന്റെ അടുക്കലേക്ക് വരാൻ വേണ്ടി ഞാൻ സൃഷ്ടിക്കുന്ന ഒരു വ്യാജ രംഗമാണ് കംസഭയം. എനിക്കാരെയാണ് ഭയമുള്ളത് രാധേ? എനിക്ക് നിന്നെ കാണണം. നിന്നെ കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല രാധേ. നീ എൻ്റെ ഹൃദയ സ്പന്ദനമാണ്, നീ എൻ്റെ ശ്വാസമാണ് രാധേ. നീ
ഇല്ലാതെ കൃഷ്ണനില്ല, കൃഷ്ണനില്ലാതെ രാധയില്ല. നമ്മൾ ഒന്നാണ് രാധേ. അതുകൊണ്ട് എൻ്റെ രാധേ, ഭൂമിയിൽ സ്പർശിക്കുന്ന മാത്രയിൽ കംസനെ ഭയന്നു എന്ന വ്യാജേനെ ഞാൻ ഗോകുലത്തിൽ എത്തിച്ചേരും രാധേ. യശോദാഗൃഹത്തിൽ വസിക്കുന്ന എന്നെ നിനക്ക് നിത്യവും കാണാം രാധേ. കരയാതെ രാധേ, ഞാൻ ഒന്നുകൂടി പറയാം, നിനക്ക് പൂർവജന്മ സ്മരണ ഉണ്ടാകും. നമുക്ക് വൃന്ദാവനത്തിൽ ഇഷ്ടം പോലെ ക്രീഡിക്കാം. കണക്കില്ലാത്ത ഗോപന്മാരും ഗോപികമാരും അവിടെയുണ്ട്. രാധേ, നീ സ്വസ്ഥമാകൂ. നിന്റെ ഭയവും വേദനയും നീ ഉപേക്ഷിക്കൂ. ഞാനുള്ളപ്പോൾ നീ എന്തിനാണ് രാധയെ വിഷമിക്കുന്നത്? നീ എന്തിനാണ് രാധയെ ഭയക്കുന്നത്? ആകെ അവിടെ സംഭവിക്കുന്ന ഒരമംഗള കാര്യം അത് നിനക്കും അറിയാം രാധേ. അത് ശ്രീതാമാവിൻ്റെ ശാപമാണ്. അതുകൊണ്ടൊരു 100 വർഷം നമുക്ക് കാണാതിരിക്കേണ്ടി വരും. നീ വിഷമിക്കേണ്ട കാര്യമില്ല. നോക്കൂ, ഈ 100 വർഷവും നമ്മൾ തമ്മിൽ പിരിയുന്നു എന്ന് ആരാണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാ ദിവസവും നിനക്ക് സ്വപ്നത്തിൽ എന്നെ കാണാം. നമ്മൾ പിരിഞ്ഞിരിക്കുന്ന എല്ലാ നിമിഷവും നിനക്ക് രാത്രി സ്വപ്നത്തിൽ എന്നെ കാണാം. ഞാൻ നിന്റെ അടുക്കൽ വരും രാധേ. ഒന്നുകൂടി പറയാം, നിനക്ക് തീരെ സഹിക്കാൻ വയ്യെങ്കിൽ രാത്രി ആരും അറിയാതെ ഞാൻ അവിടെ എത്തിയിരിക്കും നിന്നെ കാണാൻ. നിശ്ചയം, ഇത് ഞാൻ തരുന്ന വാക്കാണ്. ദുഃഖമടക്കൂരാതെ, ദുഃഖമടക്കൂരാതെ. ശ്രീതാമാവിൻ്റെ ശാപം മൂലം എനിക്ക് മധുരയ്ക്ക് പോകേണ്ടി വരും. ഞാൻ വൃന്ദാവനം വിട്ട് മധുരയ്ക്ക് പോകും രാധേ. മധുരയിൽ ചെന്നിട്ട് ഭൂമിക്ക് ഭാരമായിട്ടുള്ള രാജാക്കന്മാരെ മുഴുവനും കൊന്നൊടുക്കും. എൻ്റെ മാതാപിതാക്കളെ യോജിപ്പിക്കും ഞാൻ. എന്നിട്ട് എനിക്ക് മാലാകാരനെയും നെയ്ത്തുകാരനെയും കുബ്ജയെയും അവരെ എനിക്ക് മോചിപ്പിക്കണം. എനിക്ക് യവനനെ വധിച്ച് മുജുകുന്ദന് മോക്ഷം നൽകണം. എനിക്ക് ദ്വാരക നിർമ്മിക്കണം. എനിക്ക് രാജകന്യകമാരെ വിവാഹം കഴിക്കണം രാധേ. എനിക്ക് വാരാണസി ദഹനം നടത്തണം. ബാണന്റെ കൈകൾ അറുക്കണം. അങ്ങനെ ഞാൻ എൻ്റെ ധർമ്മങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ ചെയ്യും രാധേ. അങ്ങനെ ചെയ്തു കഴിയും. അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യണം? ദ്വാരക നിർമ്മിക്കണം രാധേ. അങ്ങനെ എൻ്റെ അവതാര ലക്ഷ്യങ്ങൾ ഒന്നൊന്നായിട്ട് ഞാൻ നിർമ്മിക്കും. ഒടുവിൽ തീർത്ഥയാത്രാ സമയത്ത് നമ്മൾ തമ്മിൽ വീണ്ടും കാണും രാധേ. അവതാര ലക്ഷ്യം അങ്ങനെ ഞാൻ നിറവേറും രാധേ. നിന്റെ അവസാന കാലത്ത് ഞാൻ ഉണ്ടാകും രാധേ. ഇത് ഞാൻ തരുന്ന വാക്കാണ് രാധേ. സത്യം, കൃഷ്ണൻ തരുന്ന വാക്കാണ് നിനക്ക്. നീ അല്പം പോലും വിഷമിക്കരുത് രാധേ. അവതാര ലക്ഷ്യം നിറവേറ്റി കഴിയുമ്പോൾ ഞാൻ എൻ്റെ അംശം കൊണ്ട് വൈകുണ്ഠത്തിലേക്കും ശ്വേതദ്വീപിലേക്കും പോകും. അനന്തരം നമുക്ക് 2 പേർക്കും കൂടെ ചേർന്ന് ഗോലോകത്തിലേക്ക് പോകാം. അപ്പോൾ അംശം കൊണ്ട് ഭൂമിയിൽ അവതരിച്ച സകല ദേവന്മാരും സകല ദേവിമാരും അവരുടെ നാട്ടിലേക്ക് പോകും. രാധേ, പറയൂ, ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? അപ്പൊ രാധാറാണി പറഞ്ഞു, എനിക്കന്ന് സ്വപ്നത്തിൽ കണ്ടാൽ പോരാ, എനിക്ക് നേരിട്ട് വരണം. 100 വർഷം എനിക്ക് പിരിഞ്ഞിരിക്കാൻ സാധ്യമല്ല കൃഷ്ണ. അപ്പൊ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, രാധേ, നീ സ്വപ്നത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ നിശ്ചയമായും ഞാൻ അവിടെ തന്നെ വന്നിരിക്കും. നിനക്കതൊരു സ്വപ്ന ദർശനം പോലെ തോന്നും. കാരണം ശ്രീതാമാവിന് കൊടുത്ത വാക്കു പാലിക്കണ്ടേ രാധേ. ഇല്ലെങ്കിൽ കൃഷ്ണൻ വാക്കു പാലിക്കാത്തവനായി മാറില്ലേ രാധേ. അതുകൊണ്ട് ഞാൻ അവിടെ വന്നിരിക്കും. പക്ഷേ നിനക്കതൊരു സ്വപ്ന ദർശനമായി തോന്നും. ഇല്ല, യഥാർത്ഥത്തിൽ ഞാൻ വരും രാധേ. ഇത് കൃഷ്ണൻ തരുന്ന വാക്കാണ്. തൃപ്തിയായോ നിനക്ക് രാധേ? രാധാറാണി ഒന്ന് പുഞ്ചിരിച്ചു. കൃഷ്ണൻ ആശ്ലേഷിച്ചു. എന്നിട്ട് കൃഷ്ണൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ആ സമയത്ത് കൃഷ്ണൻ പറഞ്ഞു, ഇതാ
ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാട്ടാൻ പോവുകയാണ്. ദേവദേവന്മാർക്ക് പോലും ദുർലഭമായ ഒരു കാഴ്ച, ഋഷിമാർക്ക് പോലും ദുർലഭമായ ഒരു കാഴ്ച, കോടാനുകോടി ജന്മങ്ങളുടെ ഭാഗ്യം സിദ്ധിക്കുന്നവർക്കും മാത്രം കേൾക്കാൻ പോലും പറ്റുന്ന ഒരു കാഴ്ച. ആ കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് അവിടെ ഒരു അത്ഭുത പ്രകാശം നിറഞ്ഞു. സൂര്യചന്ദ്രന്മാരെല്ലാം ഗോകുലത്തിലേക്ക് ഇറങ്ങി വന്നു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അമ്പരന്നു പോയി. നക്ഷത്രങ്ങൾ മുഴുവൻ ഗോലോകത്തേക്ക് ഇറങ്ങി വന്നു. അതെ, അത്യപൂർവമായ കാഴ്ച കാണാൻ പോവുകയാണ്. രാധാകൃഷ്ണന്മാരുടെ വിശ്വരൂപ ദർശനം. കൃഷ്ണന്റെ വിശ്വരൂപം കണ്ടിട്ടുണ്ട്. ഇത് രാധാകൃഷ്ണന്മാർ അവരുടെ വിശ്വരൂപം കാണിക്കാൻ പോവുകയാണ്. അത്യത്ഭുതം ആ വിശ്വരൂപം, അത്ഭുതകരമായ വിശ്വരൂപം. ആ വിശ്വരൂപത്തെ കുറിച്ച് കേൾക്കണമെങ്കിൽ കോടാനുകോടി ജന്മങ്ങളുടെ ഭാഗ്യം വേണം. രാധേ എന്ന ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന, രാധയുടെ പ്രണയം കണ്ടുകൊണ്ടിരിക്കുന്നവരെ, നമ്മളിൽ എത്ര പേർ കോടാനുകോടി ഭാഗ്യമുള്ളവരാണെന്ന് അടുത്ത ചൊവ്വാഴ്ച അറിയാം. രാധാകൃഷ്ണന്മാരുടെ വിശ്വരൂപ ദർശന വർണ്ണനയാണ്. വിശ്വരൂപ ദർശന വർണ്ണനയ്ക്കായി കാത്തിരിക്കൂ. കാരണം വിശ്വരൂപ ദർശന വർണ്ണന അപാരമാണ്. അത് ശ്രവിക്കുന്നത് പുണ്യമാണ്. നിങ്ങളുടെ കോടാനുകോടി ജന്മങ്ങളുടെ പാപങ്ങൾ എരിഞ്ഞു തീരും. അതിന് പുണ്യം വേണം, ആയുസ് വേണം. ഞാൻ രാധാറാണിയോട് പ്രാർത്ഥിക്കുന്നു, അമ്മേ രാധാറാണി അമ്മേ, ആ വിശ്വരൂപ ദർശനം പറയാൻ അടുത്ത ചൊവ്വാഴ്ച വരെയെങ്കിലും എനിക്ക് ആയുസ് തരണേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും വിശ്വരൂപ ദർശനം കേൾക്കാനുള്ള ആയുസ് കൊടുക്കണേ. കാരണം കോടാനുകോടി പുണ്യങ്ങളുടെ ജന്മമുണ്ടെങ്കിലേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ, അതിനെക്കുറിച്ച് കേൾക്കാൻ പറ്റൂ. രാധേ ചാനൽ കാണുന്നവരെ, ഈ വീഡിയോ കാണുന്നവരെ, കാത്തിരിക്കൂ. അത്യന്തം മോചകകരമായ രോമങ്ങളെ ഓരോ രോമങ്ങളും എഴുന്നു നിൽക്കുന്ന, ഭക്തി കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്ന വിശ്വരൂപ വർണ്ണന, രാധാകൃഷ്ണന്മാരുടെ വിശ്വരൂപ വർണ്ണനയുമായി ഞാൻ വരും. എന്റെ ദേവി അനുഗ്രഹിച്ചാൽ ഞാൻ വരും. നിങ്ങളും വേണം. വിശ്വരൂപ വർണ്ണന, രാധാകൃഷ്ണന്മാരുടെ വിശ്വരൂപ വർണ്ണന ദുർലഭമായ ഗ്രന്ഥങ്ങളിൽ മാത്രം കിട്ടുന്ന വിശ്വരൂപ വർണ്ണന അത്യപൂർവ വർണ്ണനയുമായി വരുന്നു. രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.